അതൊരു നല്ല കർമ്മമാണല്ലോ. മുജാഹിദുകൾ പറയുന്ന അല്ലാഹു അതിങ്ങനെ അല്ലാഹു, ലിംഗമുള്ള അല്ലാഹു, കയ്യുള്ള അല്ലാഹു, കാലുള്ള അല്ലാഹു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് എന്ത്? അവിടെ നിൽക്കുക. ഞങ്ങൾ പറയാത്ത ഞങ്ങളുടെ പേരിൽ നിങ്ങൾ വെച്ച് കെട്ടി അല്ലാഹുവിനെ പേടിക്കുക എന്ന് മാത്രമേ ബാക്കിയോട് പറയാനുള്ളൂ. അല്ലാഹുവിനെ പേടിക്കുക, പടച്ച തമ്പുരാനെ പേടിക്കുക എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഇവിടെ സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ ഈ വിഷയത്തിൽ എന്ത് പറയും നമ്മളൊന്ന് പരിശോധിക്കണം. ഞാനിത് ഇത് കേൾക്കുന്ന മുളയങ്കാവിലെ മുസ്ലിങ്ങളുടെങ്കിലും ഇനി മേലിൽ നിങ്ങൾ ആവർത്തിക്കരുത്. സുന്നി പ്രസിദ്ധീകരണം പറയാത്തതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സുന്നി പ്രസിദ്ധീകരണത്തിൽ എന്താണോ ഈ വിഷയത്തിലുള്ളത് അത്രയേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കേട്ടോളൂ, ആർക്കും പരിശോധിക്കാവുന്നതാണ്. നോക്കൂ, ഇവിടെ നമ്മൾ ഗൗരവമായി കാണേണ്ട കാര്യം സുന്നികൾ ഇറക്കിയ ഇസ്ലാമിക വിജ്ഞാനകോശം ഹുസൈൻ കണ്ടത്താണി ചീഫ് എഡിറ്ററായിട്ടുള്ള അതിൽ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടോളൂ. ഇസ്ലാമിക വിജ്ഞാനകോശം 1ാം വോള്യം കേട്ടോ, എഡിറ്റർ ചീഫ് എഡിറ്റർ ആരാണ്? ഹുസൈൻ കണ്ടത്താണി കേട്ടോ. ഈ മനുഷ്യർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന വിജ്ഞാനകോശത്തിൽ ഇതിന്റെ 511 631 പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാം. മാനുഷിക സ്വഭാവ കൽപ്പനകൾ, ഇതിലൊരു തലക്കെട്ട് തന്നെ അങ്ങനെയാണ്. നിങ്ങൾ എന്തിന് ഞങ്ങൾ ആളുകൾക്കിടയിൽ അഭ്യസിക്കണം? നിങ്ങൾ എന്തിന് ഞങ്ങളെ നോക്കൂ, ഓരോന്നും വായിച്ച് കേൾപ്പിച്ചു തരാം. മാനുഷികമായ ഗുണങ്ങൾ അള്ളാഹുവിനെ നിർദ്ദേശിക്കുന്ന ചില ഖുർആൻ വാക്യങ്ങൾ കാണാം. ഇത് പറയുന്നതിനിടയിൽ ഈ വിഷയത്തിൽ അലവി സുലൈമാൻ സക്കാഫി നടത്തിയിട്ടുള്ള ഒരു പരാമർശം കേട്ടുകൊണ്ട് നമുക്കത് വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ വാദം എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാവും. അതോടൊപ്പം നമ്മുടെ വാദം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ വന്നതോടെ എന്ത് സംഭവിച്ചു? മക്കയിലെ അബൂജഹൽ പ്രവൃത്തികൾക്ക് സംഭവിച്ചതെന്തോ അത് സംഭവിച്ചു. എന്താണ് അവർക്ക് സംഭവിച്ചത്? തികച്ചും വികൃതമായ ദൈവസങ്കല്പം. കൈയുള്ള, കാലുള്ള, കണ്ണുള്ള, ചെവിയുള്ള, മൂക്കുള്ള, തികച്ചും ജഡവൽക്കരിക്കപ്പെട്ട ദൈവം. ആ ദൈവങ്ങളിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ കേരളത്തിലെ മുജാഹിദ് വിഭാഗം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും അത്തരം ഒരു ദൈവത്തിൽ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഉദാഹരണത്തിന് വേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഇത് കേരളത്തിലെ മുജാഹിദുകൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ മുഖപത്രമാണ് അൽമനാർ മാസിക. ഈ അൽമനാർ മാസികയിൽ തുടർ ലേഖനമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു ലേഖനമുണ്ട്. 31-ാം പേജിൽ 2004 ഡിസംബർ, ഇതാ ഈ കഴിഞ്ഞ 1-2 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അൽമനാർ മാസിക, പുസ്തകം 50, ലക്കം 4. ഇതിൽ അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് കാലുകൾ ഉണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് കൈകളുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് ഇരിക്കാൻ ഇരിപ്പിടമുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വാദങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നു. അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് പറയുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് മുഖമുണ്ട്. അവന്റെ സൃഷ്ടികളുടെ മുഖങ്ങളുമായി അവന്റെ മുഖത്തിന് ഒരു സാദൃശ്യവുമില്ല. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വേണം എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നു. അതുപോലെ മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് അവന്റെ പരമോന്നതിക്ക് അനുയോജ്യമായ 2 കരങ്ങളുണ്ട്. അവ അവന്റെ സൃഷ്ടികളുടെ കരങ്ങൾക്ക് സദൃശമല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കരങ്ങൾ, അള്ളാഹുവിന് കൈകളുണ്ടെന്ന് പറയുന്നു. അതേപോലെ ഈ ലേഖനത്തിന്റെ 2ാം ഭാഗത്തിൽ വേറെയും അള്ളാഹുവിന് ഒരുപാട് അവയവങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് ഇരിപ്പിടമുണ്ടെന്ന് പറയുന്നു. സക്കരിയ സലാഹി എന്ന് പറയുന്ന നീചനായ വൃത്തികെട്ട മനുഷ്യൻ പ്രസിദ്ധീകരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അള്ളാഹുവിന് കൈകളുണ്ടെന്നും കാലുകളുണ്ടെന്നും വിശദീകരിക്കുന്നു. മാത്രമല്ല, കേട്ടല്ലോ നിങ്ങൾ, അൽമനാർ പൊക്കിപ്പിടിച്ച് അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആ ഭാഗമാണ് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇസ്ലാമിക വിജ്ഞാനകോശത്തിൽ പറയാം, മാനുഷിക സ്വഭാവ കൽപ്പനകൾ, മാനുഷികമായ ഗുണങ്ങൾ അള്ളാഹുവിനെ നിർദ്ദേശിക്കുന്ന ചില ഖുർആൻ വാക്യങ്ങൾ കാണാം. കേട്ടോളൂ, അങ്ങനെ പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. എന്നിട്ട് പറയുന്നത്, അവൻ സിംഹാസനത്തിൽ സുസ്ഥിരം ആസനായി 20-5, 57-4. ഇതിൽ ഉദാഹരണം പറയാം. നിന്റെ നാഥനും മണിയണിയായി മലക്കുകളും വരുമ്പോൾ വന്നു കേട്ടോ, വരുമ്പോൾ എന്ന് പറയുന്നു. അത് 89-22 കേട്ടോ. അടുത്ത വാചകം, അള്ളാഹുവിന്റെ കരം, അള്ളാഹുവിന്റെ കരം. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കരം 48-10, 51-47.
ഇനിയോ അവന്റെ മുഖം 55:27 അവന്റെ കണ്ണുകൾ ഇതിൽ കൊടുത്തതാണ്. 9:37, 52:48, 54 മനുഷ്യന്റേതിന് സമാനമായ ചലനങ്ങളും അവയവങ്ങളും അല്ലാഹു നിർദ്ദേശിക്കുന്നവയാണ് ഈ ഖുർആൻ വാക്യങ്ങൾ. ഹദീസുകളിലും സമാനമായ പരാമർശങ്ങൾ കാണാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇസ്ലാമിക വിജ്ഞാനകോശം മലയാളത്തിൽ എഴുതിയ പോലും വായിച്ചിട്ടില്ല, അതും തിരിയില്ല, അതും മനസ്സിലായിട്ടില്ല. ഇന്നലെ ഖുർആനും ഹദീസും ഒക്കെ പരിശോധിക്കണേ. ഖുർആനിലും ഹദീസിലും ഇങ്ങനെ ഉണ്ട്, അള്ളാന്റെ കൈ, അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ കണ്ണ്. ആയത്ത് നമ്പർ ഉദ്ധരിക്കെവിടെ? ആയത്ത് നമ്പർ ഉദ്ധരിക്കാം. അള്ളാനെ പേടിക്കുന്ന സഖാഫിമാരില്ല എനിക്ക് ഉറപ്പാണ്. എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെ ഉള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് മറുപടി പറ. ഇനി പറയുമ്പോൾ നിങ്ങൾ ഇത് ഓർമ്മപ്പെടുത്തണം. മുജാഹിദുകളെ അങ്ങാടിയിൽ ക്രൂശിക്കുമ്പോ അള്ളാഹുവിനെ പരിഹരിച്ച അള്ളാഹ്ക്ക് ചന്തിയുണ്ടോ? ഇവിടെ പ്രസംഗിച്ച സഖാബിന്റെ ചോദ്യം എഴുതിയാണോ? ലിംഗമുണ്ടോ? അതിന്റെ മൂപ്പർക്കായി കേൾക്കാൻ വലിയ ഇഷ്ടമായിരിക്കും. നിങ്ങൾക്ക് ഇത് വലിയ ഇഷ്ടമുള്ള സംഗതി ഞങ്ങൾക്ക് അറിയാം. ഏത് ഈ സാധനം കേട്ടോ പെണ്ണെന്നൊക്കെ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേഗം തോന്നുന്ന മറ്റതാ. എന്തൊരു ദുര്യോഗം അല്ലേ? പിന്നെ ജക്കരിയ സലാഹി നീചനായ നിന്ദ്യനായ അത് സുലൈമാൻ സഖാഫി പറയുന്നറിയോ? മണ്ണാർക്കാട് മുഖാമുഖത്തില് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അടിയേറ്റു വാങ്ങേണ്ടി വന്നിട്ടില്ല. അവസാനം കരുവാളിച്ച മുഖവുമായി, എല്ലാം ചോർന്നൊലിച്ച് രക്തം വാർന്നൊലിച്ച മുഖവുമായി ക്ഷീണിച്ചവശനായപ്പോ അലവി സഖാഫി ചാടി എണീറ്റുകൊണ്ട് മാത്രം മൂപ്പര് തൽക്കാലം കഴിച്ചില്ലായി. അങ്ങനെ മൂപ്പരെ വെള്ളം കുടിപ്പിച്ച കെ സക്കരിയ മൗലവിയ. അതുകൊണ്ടാണ് നീചനും നിന്ദ്യനുമായി. മനസ്സിലായോ? സക്കരിയ മൗലവി കേട്ടാ മതി മൂപ്പർക്ക്, അപ്പം വേർക്കാൻ തുടങ്ങും. മനസ്സിലായ? എങ്ങനെ വേർത്തതാ? അങ്ങനെ വേർത്തു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേറെ പലയിടത്തും വേർക്കുന്നതെന്ന് അന്ന് മൂപ്പര് പറഞ്ഞു. ഈ കൂട്ടുകാർക്ക് വേഗത്തിലെത്തി അങ്ങോട്ടാ. അത് മണ്ണാർക്കാട് മുഖാമുഖത്തിലുള്ള വാദപതിവത്തിലുള്ള നിങ്ങളിത് മനസ്സിലാക്കണം. ജനങ്ങൾ മനസ്സിലാക്കണം, സംസ്കാരമുള്ളവർ മനസ്സിലാക്കണം, ഇവരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. ഇനി കേട്ടോളി, അള്ളാഹുവിനെ കുറിച്ച് ഇസ്തവ ആരോപണം ചെയ്തു, വന്നു, കൈ മുതലായ ചില പരാമർശങ്ങൾ ഖുർആൻ നടത്തിയതായി മുകളിൽ സൂചിപ്പിച്ചു. എന്താണ് ഇത്തരം പ്രയോഗങ്ങളുടെ ശരിയായ വീക്ഷ എന്നതിനെ ചൊല്ലി പണ്ഡിതന്മാർക്കിടയിൽ ചില ഭിന്ന വീക്ഷണങ്ങളുണ്ട്. എന്നിട്ട് പറയണത് പാരമതിട്ട ഗുണവിശേഷങ്ങളെ അതേപടി അംഗീകരിക്കുക എന്നതാണ് പൂർവികരുടെ നിലപാട്. പ്രസ്തുത ഭാവകൽപ്പനകളുടെ സ്വഭാവം ഇന്നതാണെന്ന് നിർണ്ണയിക്കാൻ കഴിയുകയില്ല എന്നവർ വ്യക്തമാക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അതിനെ വിശദീകരിക്കരുത്. അത് അൽമനാറിലെ വായിച്ചല്ലോ, അത് നമ്മളുടെ മുഖവുമായി സാദൃശ്യമില്ല എന്ന് തീർത്തു പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കും? നിങ്ങൾ വെറുതെ ക്രൂശിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക. ഇത് തെളിവൊന്ന്. ഇനി രണ്ടാമത്തെ തെളിവ് നിങ്ങൾ മനസ്സിലാക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു, സുന്നി വോയിസിൽ കാന്തപുരം ഒരു തുടർലേഖനം എഴുതി. പിന്നെ അത് പുസ്തകമായി. അഖിലു സുന്ന ഒരു താത്വിക ദർശനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേട്ടോ. അദ്ദേഹം അതിൽ പറയാൻ, അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു കേട്ടോളൂ. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടോളൂ. ഇതിന്റെ പേജ് നമ്പർ 8. ആ 8-ലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേട്ടോളൂ. നോക്കൂ, സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല. കണ്ടോ? ഒരു ഉദ്ധരണി പറയാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. എന്താ പറയുക? സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല. അക്കാര്യം നിഷേധിക്കുന്നത് കുഫ്റാണ്. അള്ളാഹു അർശിലിരുന്നു എന്നത് നിഷേധിക്കുന്നു ഇവിടെ ഈ പുരോഹിതന്മാർ. അത് കുഫ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അത് കുഫ്റാണ്. അത് നിഷേധിക്കൽ കുഫ്റാണ്. എന്നിട്ട് അതിനെപ്പറ്റി പേരോട് പറയുന്നറിയോ? അരിപ്പ കെട്ടി അള്ളാഹു അർശന്ന്. ഒരു കയ്യിൽ അർശ്, ഒരു കയ്യിൽ ആകാശം. എന്നിട്ട് അരിപ്പെ കൂടി അള്ളാഹു ഇറങ്ങിയതാ. സമയമില്ലാത്തോണ്ട ആ ക്ലിപ്പിംഗ് പലയിടത്തും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ പടച്ചോനെ പരിഹസിക്കുന്നവരാണ്. എന്നിട്ടോ നോക്കൂ,